ഗൈസ്, അപ്പം നമ്മുടെ അഹമ്മദാബാദിലെ മൂന്നാമത്തെ ദിവസം ചേട്ടായുടെ കല്യാണത്തിന് മെഹന്തിയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഇന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ 2-3 ലൊക്കേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ലൊക്കേഷനാണ് ഈ അറ്റാലജ് മ്യൂസിയം അല്ല, ഇത് ആക്ച്വലി ഒരു സ്റ്റെപ്പ് വെല്ലാണ്, ഒരു കിണറാണ്. അപ്പോൾ വളരെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ബാക്കിലേക്ക് കാണാം. നല്ല ഒരുപാട് ചിത്രപ്പണികൾ, കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുള്ളൊരു അടിപൊളി ലൊക്കേഷനാണ്. അപ്പോൾ നമുക്കിതൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. നമ്മൾ നേരെ താഴേക്ക് പോകുന്നത്. ഇതൊരു പഴയ സ്റ്റെപ്പ് വെല്ലാണ് കേട്ടോ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ള അദാലജ് സ്റ്റെപ്പ് വെല്ലാണിത്. അങ്ങ് അവിടെ ദൂരെ ഒരു കല്യാണത്തിൻ്റെ, ഇവിടുത്തെ കല്യാണ സീസണാണ് കേട്ടോ. നല്ല അടിപൊളി കല്യാണ പരിപാടികളൊക്കെ കാണാം. കംപ്ലീറ്റ് വൈബാണ്. കല്ലിൽ നടത്തിയ കൊത്തുപണികളും പരിപാടികളൊക്കെയാണ്. അടിപൊളിയല്ലേ? മുകളിൽ നോക്കുമ്പോൾ ഇത്രയൊന്നും ഉണ്ടെന്ന് നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. പക്ഷെ കുറേ നല്ല വെറൈറ്റി കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. പട്ടിയാണോ? ഓക്കെ, കൊള്ളാം കേട്ടോ. ഓക്കെ, എന്താ ഏതാണെന്നൊന്നും പറഞ്ഞു തരാം. നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ ആൾക്കാരൊന്നും ഇല്ല, എല്ലാവരും കല്യാണത്തിൻ്റെ തിരക്കിലായതുകൊണ്ട്. പക്ഷെ സംഗതി കൊള്ളാം. പഴയ രാജസ്ഥാനി ഡ്രസ്സ്, കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ടാണെന്ന് തോന്നുന്നു. എന്താ അല്ലേ? നമ്മളെന്തായാലും ഇതിനകത്ത് എന്തൊക്കെയുള്ളതെന്നൊക്കെ അറിയാൻ വേണ്ടി ഇറങ്ങാണ്. നല്ല നട്ടുച്ചപ്പൊരു വെയിലാണ്. സമയം 12 മണിയാകുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിണറാണ്. അപ്പോൾ കിണറ്റിലേക്ക് ഇറങ്ങി പോകാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന വഴിയും പടവുകളൊക്കെയാണ്. വൃത്തിയായിട്ട സ്മെല്ലുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ വവ്വാലുകളുള്ളത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു സ്മെല്ലാണെന്നാണ് തോന്നുന്നത്. പക്ഷെ എന്തായാലും സംഗതി കൊള്ളാം. നമുക്ക് എന്തൊക്കെ വെറൈറ്റി കൊത്തുപണികളാണ്. സീൻ തലയൊക്കെ നോക്കി നടക്കണം. ഇവിടുന്ന് എന്താ അപ്പിടുക എന്ന് പറയാൻ പറ്റില്ല. മേലെ ഫുൾ നെറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. എന്നാലും